ആദ്യ ദിവസം പൊടുന്നനെ എയർപോർട്ടുകൾ അടക്കുകയും ഫ്ലൈറ്റുകൾ റദ്ദാക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എംബറാസ്മെന്റ് ഇപ്പോഴുണ്ടോ? ഇത് ഫ്ലൈറ്റുകൾ റദ്ദാക്കുന്നത് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നതല്ലേ? ഈ അടിയന്തര യാത്രക്കാരാണ് പെട്ടുപോകുന്നത്. ലാൽ, ഹാഷ്മി പറഞ്ഞാൽ അടിയന്തര യാത്രക്കാരാണ് ഏറിയ പങ്കും പെട്ടുപോകുന്നത്. ഇതിനകത്ത് പ്രധാന പ്രശ്നമായി വരുന്നത് പലരും ലീവ് തീർന്ന് നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്നവരുണ്ട്. ഇതിൽ ഏതൊക്കെ ഫ്ലൈറ്റാണ് ക്യാൻസൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. കേരളത്തിൽ ഇന്നൊരു ദിവസം മാത്രം 100-ലേറെ വിമാനങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്നത്. അത് കരിപ്പൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിമാനങ്ങളുള്ളത്. തൊട്ടു പിന്നാലെ കൊച്ചിയാണ്. കണ്ണൂരിലും തിരുവനന്തപുരത്തും സമാനമായ സാഹചര്യം തന്നെയാണ്. ചിലയിടങ്ങളിൽ ചില വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മസ്കറ്റ്, ദുബായ് പോലുള്ള ഇടങ്ങളിലേക്കുള്ള സർവീസ് നടത്തുന്നുണ്ട്. അതും ഒറ്റപ്പെട്ട സർവീസാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും കണക്റ്റഡ് ഫ്ലൈറ്റ് അടക്കമുള്ള ആളുകൾ വലിയ ദുരിതത്തിലേക്ക് പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അതിന്റെ തോത് കൂടിയും വരും എന്നുള്ളതാണ്. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവരാണ് പലരും. അവസാന നിമിഷങ്ങളിലാണ് ആ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നതിനെ കുറിച്ച് അറിയുന്നത്. ഏതാനും ചില അവശ്യ സർവീസുകൾ എന്ന പോലെയാണ് ചില സർവീസുകൾ നടത്തുന്നത്. ഇപ്പോൾ കൊച്ചിയുടെ കാര്യം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ പുലർച്ചെ മുതൽ 4 മണി മുതലുള്ള ഫ്ലൈറ്റുകളുടെ ചാർട്ട് ലിസ്റ്റ് എടുക്കുമ്പോൾ 4-5 മുതലുള്ള ഫ്ലൈറ്റുകൾ പലതും ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. അതിനിടയിൽ ചില ഷെഡ്യൂളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റുകൾ പോലും ഏത് നിമിഷം വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം എന്നൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഉറപ്പും ഒരു കാര്യത്തിനും പറയാൻ കഴിയാത്തതാണ്. പ്രത്യേകിച്ച് സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായിട്ടാണ് എങ്കിൽ പോലും പലരുടെയും ജീവിതം പോലും പ്രതിസന്ധിയിലാകുന്ന രീതിയിലാണ് ആ കാര്യങ്ങൾ പോകുന്നത്. മലേഷ്യയ്ക്ക് അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ഫ്ലൈറ്റുകൾ ഇതിനെ ആശ്രയിച്ച് പോകാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ പോലും വലിയ ബജറ്റാണ് പല കാര്യങ്ങളിലും വരുന്നത്. ഇതിന്റെ കൂടെ തന്നെയാണ് ഈ കണക്റ്റഡ് ഫ്ലൈറ്റ്, അതായത് മുംബൈയിലേക്കോ ഡൽഹിയിലോ കണക്ട് ചെയ്ത് അവിടെ നിന്ന് ദോഹയിലേക്ക് ജിദ്ദയിലേക്കൊക്കെ ഉള്ള ഫ്ലൈറ്റുകളിൽ പോകാൻ നിൽക്കുന്നവരുണ്ട്. പക്ഷെ അവരെയും ബാധിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ കണക്റ്റഡ് ഫ്ലൈറ്റുകൾ പോലും ഏറിയ പങ്കും ക്യാൻസലായി പോകുന്നു എന്നുള്ളതാണ്. അതിനൊരു പരിഹാരം കാണാനും സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. വരുന്ന ഫ്ലൈറ്റുകളാണെങ്കിലും പോകുന്ന ഫ്ലൈറ്റുകളാണെങ്കിലും ഏറിയ പങ്കും അവസാന നിമിഷങ്ങളിൽ ക്യാൻസൽ ആവുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഇറക്കിയിരിക്കുന്ന 31 ഫ്ലൈറ്റുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതുകൂടാതെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റുകളുണ്ട്. ഈ ഷെഡ്യൂളിൽ നമ്മൾ രാവിലെ സൈറ്റ് നോക്കുമ്പോൾ ഷെഡ്യൂൾഡ് ലിസ്റ്റിൽ കിടന്ന പല ഫ്ലൈറ്റുകളും പിന്നീട് ക്യാൻസൽ എന്നുള്ള ലിസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പം അക്കാര്യത്തിൽ ഒരു ഉറപ്പും നൽകാൻ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിനും കഴിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.